നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ട്രാവൽ വീഡിയോ അല്ല പക്ഷേ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യുന്ന വേറെ ഒരു പ്രൊഡക്റ്റിലൂടെ നമ്മുടെ GoPro Hero 9 ആണ്. കാരണം അറിയാലോ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ അധികം ഉപയോഗിക്കുന്നത് GoProൻ്റെ പ്രൊഡക്റ്റുകൾ എൻ്റെ വീഡിയോ വ്ളോഗിങ്ങിനൊക്കെ. ഫസ്റ്റ് നമ്മൾ ഉപയോഗിച്ചത് GoPro Hero 6 ആയിരുന്നു. പിന്നീട് നമ്മൾ ഉപയോഗിച്ചത് GoPro Hero 7 ആണ്. പിന്നീട് നമ്മൾ ഉപയോഗിച്ചത് GoPro Hero 8 ആണ്. എന്നാൽ ഇന്ന് നമ്മൾ വാങ്ങിയിരിക്കുന്നത് GoProയുടെ പുതിയ Hero 9. സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതെ, ഒരു സെക്കൻഡ്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ മെമ്പറാകാൻ മറക്കല്ലേ. GoPro Hero 9 അൺബോക്സിന് മുമ്പായിട്ട് നിലവിൽ ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റുകൾ എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറ ആക്സസറീസ് ഞാൻ പരിചയപ്പെടുത്തി കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. ഞാൻ മുമ്പ് നാട്ടിൽ വെച്ച് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ദുബൈയിൽ വന്നതിന് ശേഷം ദുബൈ എന്ന് പറയുന്നത് ലോകത്തിൽ എനിക്ക് തോന്നുന്നു ചൈനയെക്കാളും ചീപ്പായിട്ട് ഇലക്ട്രോണിക്സ് കിട്ടുന്ന ഒരു സിറ്റിയാണ് ദുബൈ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയാണ് അധികം ആൾക്കാരും ഇലക്ട്രോണിക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വരുന്നത്. ഇപ്പോൾ ദുബൈയിൽ നിന്ന് ഞാൻ ഒരുപാട് ക്യാമറ ആക്സസറീസ് വാങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ആ ഒരു യാട്ടിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വളരെയധികം ക്ലാരിറ്റി വന്നത് അതുകൊണ്ടാട്ടോ. അപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നിലവിൽ എൻ്റെ കയ്യിലുള്ള ക്യാമറ കളക്ഷൻസ് ആണ്. ഈ ഒരു ട്രിപ്പിൽ എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുവന്ന ക്യാമറകൾ ഇത് GoPro Hero 7 ആണ്. GoPro Hero 7 ഞങ്ങളുടെ കയ്യിൽ ഏകദേശം 2 പീസുകളുണ്ട്. പിന്നെ 2 പീസ് എവിടെയുണ്ട്. പിന്നെയുള്ളത് GoPro Hero 8 ആണ്. Hero 8ഉം ഞങ്ങളുടെ കയ്യിൽ 2 പീസ് ഉണ്ട്. ഇതാണ് ഞാൻ മെയിനായിട്ട് വ്ളോഗ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ക്യാമറ GoPro സീരീസിൽ. ഇതും എൻ്റെ ക്യാമറയാണ്. ഇതിൻ്റെ പുറകിൽ കണ്ടോ, ഇത് ഇവിടെ ഡിസ്പ്ലേ ഇവിടെ സ്ക്രാച്ച് ആയിട്ടുണ്ട്. കാരണം അന്ന് കോഴിക്കോട് പോയപ്പോൾ ബൈക്കും വന്ന് ഇവിടെ ഡിസ്പ്ലേ സ്ക്രാച്ച് ചെയ്തട്ടോ. അപ്പോൾ ഇത്രയും 4 GoPros ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇത് ആണ് എൻ്റെ G7X ആണ്. ഞാൻ ഒരു 1.5 കൊല്ലം മുമ്പ് വാങ്ങിയൊരു ക്യാമറയാണ്. പക്ഷേ ഈ G7X ഇപ്പോൾ ദുബൈയിൽ എത്തിയ ശേഷം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സോണിയുടെ Z1 എന്ന് പറഞ്ഞ മോഡലാണ്. നാട്ടിൽ ഇതിന് ഏകദേശം ഒരു 78,000 രൂപ വരുന്നുണ്ട്. 4K ക്യാമറയാണ് ഇത്. എനിക്ക് ദുബൈയിൽ ഏകദേശം നാട്ടിലത് ഒരു 58,000 രൂപയ്ക്ക് എനിക്ക് ഇവിടുന്ന് കിട്ടി. അത് എനിക്ക് ശരിക്കും ജസീൽ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നു കേട്ടോ. മൈക്കും പഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4K ആണ്. വളരെ സിമ്പിളാണ്, ലൈറ്റ് വെയിറ്റ് ആണ്. അതാണ് എനിക്ക് ഇത് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ കാരണം. നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റിയൊരു ക്യാമറ. പക്ഷേങ്കിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പം ഡിസ്പ്ലേ ഒക്കെ നമുക്കത് ഫ്ലിപ്പ് ചെയ്യാം. പക്ഷേ എനിക്കൊരിക്കലും മറ്റ് ക്യാമറ അത്ര കണ്ടോ. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഷേപ്പാണ്. ഇതാണ് സോണിയുടെ Z1. ഇതും ഒരുപാട് യൂട്യൂബേഴ്സ് റിവ്യൂ ഇട്ട് കണ്ടിട്ട് പോയിട്ട് വാങ്ങിയതാണ്. കുഴപ്പമില്ല, പക്ഷെ എന്നെപ്പോലത്തെ ആൾക്കാർക്ക് ഇത് പറ്റില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡാണിത്. നമുക്ക് ഇതിൽ തന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ 2 ക്യാമറാസ് കഴിഞ്ഞു. പിന്നെ അടുത്ത ക്യാമറ എന്ന് പറയുന്നത് ഇതാണ്, Insta360 ആണ്. ഞാൻ GoProൻ്റെ മാക്സ് ആയിരുന്നു ഉപയോഗിച്ചത്. പക്ഷെ അത് ഒരു ഭയങ്കര വലിപ്പം കൂടുതലും പിന്നെ ഒരുപാട് എനിക്കത്ര കംഫർട്ട് തോന്നിയിട്ടില്ല. 4K ഒന്നുമില്ല. ആകെയുള്ള പിന്നെ 1440 മാത്രം. അതാണ് ഞാൻ ഒഴിവാക്കിയത്. ഞാൻ പണ്ടേ ഒഴിവാക്കിയിട്ട് ഇതിൽ നമുക്ക് 5K റെക്കോർഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ഷബീർ എനിക്ക് ബർത്ത്ഡേന് ഗിഫ്റ്റ് തന്നു കേട്ടോ. ഇത് ഷബീർ എന്നത്, അതുപോലെ ഇത് നമ്മുടെ ജസീലെ ബർത്ത്ഡേന് ഗിഫ്റ്റ് തന്നത്. ഓക്കെ. പിന്നെ മൈക്കായിട്ട് ഇപ്പോൾ റോഡിൻ്റെ മൈക്സാണ് ഉപയോഗിക്കുന്നത്, മൈക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നേരത്തെ കാണിച്ച അതിൻ്റെ സോണിയുടെ ഹാൻഡിലാണ്. പിന്നെ ഇത് Insta360യുടേതാണ്. അതുപോലെ ഇത് നമ്മുടെ GoProൻ്റെ ഒക്കെ ഹാൻഡിലാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇത് ജിംബലാണ്. ഇത് ഇതിപ്പോൾ ജിയോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ജിംബൽ. ഇതൊക്കെ ഇവിടുന്ന് വാങ്ങിയതാണ്. ഈ ജിംബൽ ഉപയോഗിക്കുന്ന നൈക്കോണിൻ്റെ SLR ക്യാമറയാണ്. ആ ക്യാമറയിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന പരിപാടിയെ GoPro Hero 9 നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം നമുക്ക് ബാക്കിയുള്ള ക്യാമറാസൊക്കെ മാറ്റി വെച്ചിട്ട് ഈ Hero 8ഉം Hero 7ഉം മാത്രം നമുക്ക് എടുത്തു വെക്കാം. ഒരു Hero 7ഉം ഒരു Hero 8ഉം എടുത്തു വെക്കാം. ഇതുകൊണ്ടോ, Hero 7 ഇവിടെ ഉണ്ട്, Hero 8 ഇവിടെ ഉണ്ട്. അപ്പം GoPro എന്ന് പറയുമ്പം Hero 7നേക്കാൾ വലിപ്പം കൂട്ടിയിട്ടാണ് Hero 8 പണിതത്. സ്ക്രീൻ ആയിക്കോട്ടെ എല്ലാം വലിപ്പം കൂട്ടി, ക്യാമറയുടെ ക്ലാരിറ്റിയും കൂട്ടി, സൈസും കൂട്ടി. പിന്നെ Hero 7 സീരീസ് വരെ നമുക്ക് ഡൗൺ സൈഡ് ആയിരുന്നു ബാറ്ററി ഓപ്പണും കാര്യങ്ങളൊക്കെ വന്നത്. മെമ്മറി കാർഡൊക്കെ അതിൻ്റെ അടുത്ത് കൊടുക്കാം. പക്ഷേ അവർ Hero 8ലേക്ക് വന്നപ്പം അവരിത് സൈഡിലേക്കായി ഇത് സൈഡിലേക്ക് കൊടുത്തു. സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പായി. ഇപ്പോൾ ഹെൽമെറ്റ് ക്യാമറ ഒക്കെ മൗണ്ട് ചെയ്യുമ്പോൾ ഇതിന് വേറെ തന്നെ ഒരു മൗണ്ട് വാങ്ങേണ്ട അവസ്ഥ. ഞാൻ ഇതിപ്പോൾ 1 മാസം മുമ്പാണ് ഞാൻ Hero 8 വാങ്ങിയത്. പക്ഷെ നമ്മുടെ ക്യാമറ എപ്പോഴും നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഈ എപ്പിസോഡിൻ്റെ കണ്ടൻറ്റായ Hero 9 അൺബോക്സിംഗ് ആണ്. പിന്നെ സാധാരണ GoProൻ്റെ ബോക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ചെറിയ ചില്ല് ബോക്സ് വരും, അതിനകത്ത് GoPro പുറത്ത് കാണും. പക്ഷേ Hero 9 അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ഒരു പാക്കേജൊക്കെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വലിച്ച് പറിച്ച് തുറക്കാം എന്തൊക്കെയാണെന്നില്ല. പറിച്ചു കഴിഞ്ഞാൽ ഉള്ളിലൊരു ബാഗാണ് കേട്ടോ. GoProൻ്റെ ഒരു ബാഗാണ് നമുക്ക് ഉള്ളിലുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ബാഗ് കേട്ടോ, അടിപൊളി ബാഗാണ്. അപ്പോൾ ഇത് സിബിളിങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് തുറക്കാം. തുറന്നിട്ട് കണ്ടോ, വാവ്. ഇതിനുള്ളിലുള്ളത് പിന്നെ നമുക്കൊരു ചാർജിങ്ങിൻ്റെ കേബിൾ ഉണ്ട്. എല്ലാ GoPros വാങ്ങുമ്പോൾ നമുക്ക് ഈ ചാർജിങ് കേബിൾ നമുക്ക് കിട്ടും. പിന്നെ ഓഫ് കോഴ്സ് GoProൻ്റെ അഡാപ്റ്റർ ഗമ്മ് വരുന്ന അത് ഒന്ന് കിട്ടും. പിന്നെ ഇതിൻ്റെ ബാറ്ററിയാണ്. എനിക്ക് തോന്നുന്നത് ഈ പഴയ ബാറ്ററിയേക്കാളും വെയിറ്റ് കൂടിയെന്നറിയില്ല, കുറച്ച് കനം തോന്നുന്നുണ്ട് ഈ ബാറ്ററി.
പിന്നെ ഇതിൻ്റെ ക്ലിപ്പ് മൗണ്ടും അതിൻ്റെ ക്ലിപ്പൊക്കെയാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഈ മൗണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ട് നമ്മളിത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ നമ്മുടെ GoPro ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ബ്രോഷേഴ്സ് ഉണ്ട്. സാധാരണ പോലത്തെ അല്ല, കുറച്ചും കൂടി മാറ്റമുണ്ട്. സബ്സ്ക്രൈബ് ടു GoPro എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് GoProൻ്റെ സ്റ്റിക്കേഴ്സ് ഇതിൽ എക്സ്ട്രാ ആണ്. സാധാരണ വലിയ സ്റ്റിക്കേഴ്സ് കൊടുക്കാറ്, ഇവർ കുറച്ച് സ്മോൾ സ്റ്റിക്കറും പിന്നെ ഒരു സ്ക്വയർ സ്റ്റിക്കർ ഇതിലുള്ളത്. ഇവിടെ ബ്ലൂ ഉണ്ട്, കാരണം ഈ GoProൻ്റെ ബാറ്ററീസിൻ്റെ കളറൊക്കെ ഉണ്ട്, എല്ലാം ബ്ലൂ ആയി. 8 മുതൽ ഇങ്ങോട്ടൊക്കെ എല്ലാം ബ്ലൂ ആട്ടോ വരുന്നത്. ഓക്കെ, നമുക്കിനി ഇത് നമ്മുടെ കലാപരിപാടി. ഓക്കെ, ഇതാണ് 9. ഇപ്പം 8 ഞാൻ കാണിച്ചു തരാം, 7 കാണിച്ചു തരാം. കണ്ടോ, ഈ 3 കണ്ടോ നിങ്ങൾ? ഇത് 7 ആണ്, ഇത് 8 ആണ്, പിന്നെ ഇത് 9 ആണ്. എന്നുവെച്ചാൽ ഇത് ശരിക്കും നല്ല സൈസായി ക്യാമറ, നല്ല വീതിയുടെ. 8-നേക്കാൾ എത്രയോ വലിപ്പം കൂടുതലുണ്ടോ 9. വീതിയുടെ കാര്യത്തിലൊക്കെ നല്ല വലിപ്പം കൂടാൻ തുടങ്ങി. വാവ്. പിന്നെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഞാൻ സ്റ്റിക്കർ വരയ്ക്കട്ടെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് മൊത്തം മാറ്റാം കേട്ടോ, മൊത്തം മാറ്റം. ഈ സാധനത്തിൻ്റെ ഇവിടെ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ഇവിടെ ഓൺ ഓഫ് ബട്ടണൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇവിടെ എന്തോ ഒരു സാധനം ഇവിടെ ഉണ്ട്, എന്താണെന്നറിയില്ല. അത് പഠിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. ഈ വീഡിയോയിൽ പറയാത്തത് എനിക്കിനെപ്പറ്റി അറിയില്ല, അത് പഠിക്കണം. പിന്നെ ഈ സൈഡ് ബാറ്ററി ഓപ്പണിംഗ് ആണ്, കുറച്ചുകൂടി ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്. കാരണം ഹീറോ ഇതിനേക്കാളും കുറച്ച് ക്വാളിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 8-നേക്കാൾ എത്രയോ വലിപ്പം കൂടുതലാണ്. നമുക്ക് ജസ്റ്റ് ഈ ബാറ്ററി 8-ൻ്റെ ഉള്ളിൽ കയറി നോക്കാം. ഇതിൻ്റെ ബാറ്ററി ഇല്ല കേട്ടോ, പഠിച്ചോനെ, ബാറ്ററി ഇല്ല ഇതിൻ്റെ ഉള്ളിൽ, ബാറ്ററി ഇല്ല. അപ്പോൾ ഇതിന് എക്സ്ട്രാ ബാറ്ററി വാങ്ങേണ്ട ലോങ് വ്ളോഗിങ് നടക്കുകയും ചെയ്യില്ല. ഓക്കെ, പിന്നെ ഒരു മെമ്മറി കാർഡ് വേണം. ഈ 7-ൻ്റെ ഉള്ളിൽ ഒരു മെമ്മറി കാർഡ് ഉണ്ട്. നമുക്ക് തൽക്കാലത്തേക്ക് ഈ മെമ്മറി കാർഡ് എടുത്തിട്ട് നോക്കാം. ഓക്കെ, 128 GB ഒരു മെമ്മറി കാർഡ് എടുക്കുന്നുണ്ടല്ലേ. നമുക്ക് ഈ മെമ്മറി കാർഡ് ഇതിലിടാം, ഇട്ടിട്ട് പുതിയ ബാറ്ററി, നല്ല ചക്ക വലുപ്പത്തിലെ ബാറ്ററി. ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1720 mAh ആണ് ഇതിൻ്റെ കപ്പാസിറ്റി കേട്ടോ. 1720 mAh ആണ് ബാറ്ററിയുടെ കപ്പാസിറ്റി. ഓക്കെ, ഇതൊന്ന് ഇടാം, ക്ലോസ് ചെയ്യാം. പിന്നെ ഷേപ്പ് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ ഈ ലെൻസില്ലേ, ഈ ലെൻസ് ഇത് ഊരിയെടുക്കാൻ പറ്റുന്ന ലെൻസ് കേട്ടോ. നമുക്കിത് റീപ്ലേസ് ഒക്കെ ചെയ്യണമെങ്കിൽ തിരിച്ചിട്ട് ഊരിയെടുക്കാൻ പറ്റും, റീപ്ലേസ് ഒക്കെ ചെയ്യാൻ പറ്റും. കാരണം പണ്ടത്തെ ലെൻസ് കണ്ടോ അറ്റാച്ച്ഡാണ്, ഈ സാധനം അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്ക്രാച്ച് ചെയ്തപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും ഫ്രണ്ടിൽ എന്തെങ്കിലും സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ സെറ്റ് മൊത്തം ഭയങ്കര പൈസ കൊടുത്ത് മാറ്റേണ്ടി വരും. ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ സാധനം മാത്രം നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അത് പുതിയ സാധനമല്ല, ഒന്നും കൂടെ ഓടിച്ച് പഠിച്ചിട്ട് നമുക്ക് അയച്ചു നോക്കാം. പിന്നെ ഡിസ്പ്ലേ പറയാൻ മറന്നുപോയി, ഫ്രണ്ട് ഡിസ്പ്ലേ ഉണ്ട്. അതിപ്പം ഞാൻ പറയാത്ത ഈ ഓണാക്കാൻ മാത്രമേ മനസ്സിലാവും. ഓക്കെ, നമുക്ക് ഇനി മെല്ലെ ഓണാക്കാം. സാധാരണ പോലെ തന്നെ ഓൺ ബട്ടൺ, പിപ്പ് പിപ്പ് പിപ്പ്, GoPro ഓൺ. വാവ്, GoPro Hero 9 ഡിസ്പ്ലേ വന്നു, ഓണാകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ സെറ്റപ്പ് ആട്ടോ. ഇംഗ്ലീഷ് എടുക്കട്ടെ, ഇംഗ്ലീഷ്. ചെങ് എഗ്രി, ഓണ്, എല്ലാം ഓണം. ഒന്നും നോക്കാം, GoPro പറഞ്ഞ പോലെ തന്നെ. സ്കിപ്പ് സെറ്റപ്പ് വെച്ചാൽ ഇത് ചെയ്യുന്ന കേട്ടോ. ഡേറ്റിൽ നമുക്ക് ചറവറ എന്തെങ്കിലും ഡേറ്റ് എടുത്തിട്ട് 2020 2018 എന്തെങ്കിലും ആയിട്ട് പിന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഡൺ. വാവ്. ജസ്റ്റ് നമുക്ക് ഈ 8 ഒന്ന് ഓണാക്കിയിട്ട് നമുക്ക് ഈ 2-ൻ്റെ ഒന്ന് വീഡിയോകളായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ രണ്ടും 4K-ലാണ് ഇട്ടിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും കുറച്ച് കളർഫുൾ ഇതാട്ടോ. ഡിസ്പ്ലേൻ്റെ വലിപ്പം കൂടുതലും, പിന്നെ കാണാനൊരു ബർക്കത്തൊക്കെ ഉണ്ട്, വെയിറ്റും കൂടുതലുണ്ട്. പിന്നെ മെയിൻ കാര്യം എന്താ അറിയുമോ, ഇത്ര കാലം ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് 4K-ലായിരുന്നു. പക്ഷേങ്കിൽ ഇതിൽ നമുക്ക് 5K ഉണ്ട് കേട്ടോ. 5K സീരീസ് ഉണ്ട്. ഇപ്പം 4K 650 5K വരെ നമുക്ക് ഓടാൻ പറ്റും. 5K 30 60 4K അല്ല, 5K 30 ഫ്രെയിം പെർ സെക്കൻഡ് മാത്രമേ ഉള്ളൂ. വാവ്, 5K. ജഗ എന്താ പറയുക ജസീല, പറ. നല്ല എരിവുണ്ട്, പറയടാ. നല്ല കളറുണ്ട്, നല്ല എരിവുണ്ട്, അടിപൊളിയാണ്. ഷബീർ മോൻ പുറകിൽ കണ്ട നിങ്ങൾ. ഷബീർ മോൻ്റെ പുറകിൽ ക്യാമറ എടുത്തേക്കുന്നില്ല. ഹായ്, ജസീൽ മോൻ ഇവിടെ ഉണ്ട്. 5K 30. പിന്നെ നമുക്ക് ഇതിൻ്റെ വിഷ്വൽസ് നമുക്ക് ഏതെങ്കിലും വരുന്ന എപ്പിസോഡിൽ ഈ ക്യാമറ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി വിഷ്വൽസ് എങ്ങനെയുള്ളത് എന്നുള്ളത്. പിന്നെ ഇതെന്തിനാ ഇവിടെ ഇങ്ങനൊരു സാധനം നമുക്ക് മനസ്സിലായിട്ടില്ല, നുള്ളിപ്പറിച്ചൊന്നും കിട്ടുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം പഠിച്ചിട്ട് ഓപ്പൺ ആക്കണ്ടേ ബ്രോ? അല്ലടാ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്ത് പഠിക്കണം, എന്നാലും മാത്രമല്ലല്ലോ. സമയം കിട്ടിയില്ല. കാരണം ഈ പീസ്
ഇവിടെ മാർക്കറ്റിൽ വന്ന ഫസ്റ്റ് സെയിലാട്ടോ. ഈ ഷോപ്പിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ട് പിന്നെ അവരോട് പറഞ്ഞ് സെറ്റാക്കി അങ്ങനെ അവർ ഫസ്റ്റ് പീസ് ഞങ്ങൾക്ക് തന്നതാണ് ആ ഷോപ്പിൽ. അടിപൊളിയായിട്ട് സംഭവം മൊത്തത്തിൽ ഹെവി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്, ഇതിനേക്കാൾ നല്ല വെയിറ്റ് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം പൊളിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സാധനം എങ്ങനെ ചാർജ് ചെയ്യുന്നത് എനിക്കറിയില്ല, കാരണം ഈ ബാറ്ററി വലിപ്പം കൂടുതലായതുകൊണ്ട് GoProൻ്റെ ചാർജിങ് അഡാപ്റ്ററിൽ കയറുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നോക്കട്ടെ, ഇതാണ് നമ്മുടെ GoPro Hero 78-ൻ്റെ ചാർജിങ് അഡാപ്റ്റർ. ഇത് ഉപയോഗിച്ച് ഇതിലിട്ടാണ് ചാർജ് ചെയ്യുക. പക്ഷേ ഇതിനാവില്ല കേട്ടോ. ഓക്കെ, ഉണ്ടോ, സൈസ് വളരെപ്പം കൂടുതലാണ്, ഇത് കയറില്ല. അപ്പോൾ ചാർജിങ് അഡാപ്റ്റർ ഇല്ല, അപ്പോൾ ഡയറക്റ്റ് കുത്തിയിട്ട് തന്നെ ചാർജ് ചെയ്യേണ്ടി പ്രശ്നമുണ്ട്. ഇത് വാങ്ങുമ്പോൾ ആക്സറീസ് അടക്കം വാങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല, അതാണ് അർത്ഥം. ഞാൻ സാധാരണ അൺബോക്സിങ് വീഡിയോ ചെയ്ത് കുറവാണ്, പിന്നെ കാരണം എനിക്ക് അധികം ടെക്നിക്കലൊന്നും അറിയില്ല. പക്ഷേ GoPro എന്നുള്ളത് എൻ്റെ ചാനൽ അന്ന് മുതൽ തന്നെ കൂടെ നിൽക്കുന്ന ഒരു ബ്രാൻഡ്, അതുകൊണ്ടാണ് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തത്. പിന്നെ കേരളത്തിൽ ഈ സാധനം എത്തിയിട്ടില്ല, ഇവൻ ഇന്ത്യയിൽ തന്നെ ഇപ്പോഴും സാധനം എത്തിയിട്ടില്ല. ഇപ്പോൾ UAE ഞാൻ പറഞ്ഞ പോലെ ദേര മാർക്കറ്റിൽ ലോകത്ത് എവിടെ എത്താത്ത സാധനങ്ങൾ ദേര മാർക്കറ്റിൽ കിട്ടും. ദുബൈയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഐഫോണൊക്കെ ലോഞ്ച് ചെയ്തിട്ട് ഇവിടെ മാളുകൾ എത്തുന്നതിന് മുമ്പ് ദേരയിലെ മാർക്കറ്റ് സാധനം കിട്ടും, ദേര കിട്ടാത്ത ഒന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് Hero 9 കിട്ടിയത്. ഒരു 4 ദിവസം മുമ്പേ കണ്ട് ലോഞ്ച് ചെയ്തിട്ട് ദേര മാർക്കറ്റിൽ സാധനം സ്റ്റോക്ക് എത്തി. ഞങ്ങൾ പോയിട്ട് വാങ്ങിയ വില നാട്ടിലത്തെ 40,000 രൂപയാണ് ഇതിന് വിലയായത്. 2000 ദിർഹംസിനടുത്ത് വിലയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടൊക്കെ ആ ഷോപ്പും തന്നിരുന്നു, നമ്മൾ സബ്സ്ക്രൈബറാണ്, അതുകൊണ്ടാട്ടോ. നോർമലി അവർ സെല്ല് ചെയ്യുന്ന പ്രൈസാണ് 40,000 എന്ന് പറയുന്നത്. പക്ഷേ വേർത്താണ്, കാരണം മറ്റ് ക്യാമറകളെക്കാൾ ഒരുപാട് വ്യത്യസ്തത ഇതിലുണ്ട് കേട്ടോ. നമുക്കത് ഫീൽ ആകുന്നുണ്ട്. ഇത്ര കാലം GoPro ഉപയോഗിച്ചിട്ട് പിന്നെ അവിടെ ലെൻസ് കാണുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. രാത്രിയൊക്കെ ഷൂട്ട് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഇനി മുതൽ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഇനി മുതൽ കാണുന്ന കാഴ്ചകൾ കളറായിരിക്കും കേട്ടോ. നാളത്തെ എപ്പിസോഡ് നമ്മൾ കാണാൻ പോകുന്നത് ഷാർജ ഷൊറോക്ക, അങ്ങനെയാണ് പറഞ്ഞത്. ഷാർജയുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റാണ്. അവരുടെ ഇൻവിറ്റേഷൻ അനുസരിച്ചിട്ട് നമ്മൾ അവരുടെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നുണ്ട്. ഇവരുടെ മലിഹ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു അതിപുരാതനമായ ഒരു പ്ലേസ് ഉണ്ട് കേട്ടോ. അപ്പം ഷാർജയുടെ തന്നെ അതോറിറ്റിയുടെ ഭാഗം നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഇൻവിറ്റേഷൻ, ഗസ്റ്റായിട്ട് പോകാനുള്ള ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പ്രകാരം ഞങ്ങൾ നാളെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ഹോൾസ് റൈഡ് ഉണ്ടാവും, അതുണ്ടാവും, അവരുടെ വകയല്ല. അപ്പം നമുക്കെല്ലാം ഗ്രാൻഡായിട്ട് കിട്ടും അല്ലേ. പിന്നെ അപ്പം വേറെ എന്താ പറയുക, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇതുപോലെ ഗാഡ്ജറ്റുകൾ ഇനിയും വാങ്ങണം, കാരണം ചാനൽ എന്ന് വെച്ചാൽ അപ്ഗ്രേഡ് കൊണ്ടേയിരിക്കണം. നമ്മുടെ വീഡിയോ ക്വാളിറ്റിയും ക്ലാരിറ്റി എല്ലാം നമ്മൾ അപ്ഗ്രേഡ് കൊണ്ടേയിരിക്കണം. അപ്പം നമ്മൾ എന്തായാലും പണം മുടക്കിയിട്ട് വാങ്ങണം കേട്ടോ. കഞ്ചൂസ് കളി കളിക്കാൻ പാടില്ല കാര്യത്തിൽ. യൂട്യൂബിൽ നിന്ന് റവന്യൂ വരുന്നവരാണെങ്കിൽ അതിൻ്റെ ഒരു 30% നിങ്ങൾ ഗാഡ്ജറ്റിന് മുകളിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഗാഡ്ജറ്റുകൾ എപ്പോഴും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വീഡിയോ ക്ലാരിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പം എന്താ പറയുക, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. GoPro Hero 8 ഉപയോഗിക്കുന്നവരാണെങ്കിൽ 8 തന്നെ മതി. ഞാൻ 8 തന്നെയാണ് അധികം എൻ്റെ ഹെൽമെറ്റ് ക്യാമറയ്ക്ക് വ്ളോഗ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒന്നും കൂടെ സ്റ്റെപ്പ് എടുക്കണം അതുകൊണ്ടാണ് 9 വാങ്ങിയത്. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. ഇൻസ്റ്റയിൽ നല്ല കിടിലൻ ഗിവ് അവേ തരുന്നുണ്ട്. ചിലപ്പം GoProയിലേക്ക് പറയാൻ പറ്റില്ല എന്താണ് പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല ഹെവി ഗിഫ്റ്റുകൾ ഞങ്ങൾ ഇൻസ്റ്റയിൽ ഗിവ് അവേ തരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഫോളോ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ക്യാമറമാൻ ഷബീറിനോടൊപ്പം ദുബായിൽ നിന്നും എൻ്റെ ചാനലിൽ നിങ്ങളുടെ സ്വന്തം മല്ലു ട്രാവലർ. അടുത്ത എപ്പിസോഡിൽ കളർഫുള്ളായിട്ട് GoPro Hero 9 കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.